എല്ലാവർക്കും ഒരു പ്ലോട്ട് പറയട്ടയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വി ആർ ഓൾ ട്രൈങ് ഹിയറിന്റെ എപ്പിസോഡ് 4 ആണ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ദൊങ്മാനെയാണ് കാണിക്കുന്നത്. ആള് ഇന്നലെ യൂന ചോദിച്ചതും ആലോചിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ആള് ഗ്രൂപ്പിൽ അയക്കുകയാണ്. കുറെ നാൾ മുമ്പ് ഒരു സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആളുടെ ക്രഷിനെ കാണാൻ പോകാൻ വേണ്ടി നിന്നപ്പോൾ ആള് നല്ല അങ്ങ് ഉറങ്ങിപ്പോയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ക്രഷിനെ കാണാൻ പോകുമ്പോൾ ആരെങ്കിലും ഉറങ്ങുമോ? ഞാൻ നേരത്തെ എണീറ്റേനെ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് അറിയാവോ? നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഉറങ്ങാത്ത കണക്ക് ഉറങ്ങും. ഞാൻ ഇന്നലെ നല്ല സുഖമായിട്ട് ഉറങ്ങി. ആളവിടെ ഡാൻസ് കളിച്ച് ചിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പൊ ജുൻ വിളിച്ചിട്ട് ചോദിക്കും, നീ എന്തോ ഗ്രൂപ്പിൽ അയച്ച? അത് എനിക്ക് ഇന്നലെ നല്ല ഉറക്കം കിട്ടി. നിന്റെ ഭാഗ്യം, എനിക്ക് ഒരു പൊടി ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ യൂനക്ക് എന്റെ സ്ക്രീൻ പ്ലേ അയച്ചു കൊടുത്ത് ഇതുവരെ റിപ്ലൈ കിട്ടിയില്ല. അപ്പൊ ജുണ്ണിനെ യൂന വിളിക്കുകയാണ്. യൂന എങ്ങനുണ്ട്? നല്ല കഥയായിരുന്നു. ഞാൻ പേടിച്ചിരുന്നേ. അപ്പൊ നീ ഇപ്പൊ വർക്കിൽ തന്നെ കാണൂലേ? ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട, ഇന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ട്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ വാച്ചിന്റെ കമ്പനി ഇരിക്കുകയാണ്. വാച്ച് ചെക്ക് ചെയ്യുമ്പോൾ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ ഫീൽ ചെയ്യുന്ന? പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഓക്കെ. അപ്പൊ അവിടെ യൂനയും ഉണ്ട്. ദൊങ്മാന്റെ സ്ക്രീനിൽ കാണിക്കുന്നത് ടെൻഷൻ എന്നാണ്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ യൂനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആള് സീലിംഗ് നോക്കി സ്റ്റക്കായി നിൽക്കുകയാണ്. അന്ന് ചേട്ടൻ സൂയിസൈഡ് ചെയ്തത് ആൾക്ക് ഓർമ്മ വരികയാണ്. നെക്സ്റ്റ് സീനിൽ രണ്ടുപേരും ട്രെയിനിലാണ്. അപ്പൊ ദൊങ്മാൻ ചോദിക്കുകയാണ്, അണ്ണോണോ? 20ഓളം ഇമോഷൻസ് ഉണ്ട്. ഇങ്ങനെ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കൂടി ചേർന്ന് ഇതിന് എന്ത് വിളിക്കണമെന്ന് പ്ലാൻ ചെയ്യണം. കേട്ടിട്ട് ഫണ്ണായിട്ട് തോന്നുന്നു. എനിക്കിഷ്ടമാണ് പേരൊക്കെ ഇടാൻ. അല്ല, ഈ അൺനോൺ കാണിക്കുന്ന എപ്പോഴാ? യൂന കുറച്ചേരം മിണ്ടാതെ നിന്നിട്ട് പറയാണ്, അത് എനിക്ക് നോസ് ബ്ലീഡ്സ് വരുമ്പോഴാ. സഹിക്കാൻ പറ്റാത്ത ദേഷ്യം, വിഷമം, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ. അത് പ്രഷർ അല്ലേ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ്. നീ എന്താ അതിനെ വിളിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്? അത് സ്വയം നശിപ്പിക്കുന്ന ഇമോഷൻ. എനിക്കപ്പം സ്വയം നശിപ്പിക്കാൻ തോന്നും. ഇതൊക്കെ കേട്ടിട്ട് വിശക്കുന്നതിനെക്കാട്ടിലും വലിയ വേർഡാന്ന് തോന്നുന്നു. വിശപ്പൊക്കെ അതിൽ കാണിക്കൂ? കാണിക്കും. അത് ഇമോഷൻ അല്ല, പക്ഷെ കാണിക്കും. ആരാണ് എന്തോ വിശപ്പെന്ന് പേരിട്ടത്? ഈ വേർഡ്സ് ഒക്കെ വെച്ച് കളിക്കുന്നവര് നല്ല രസമല്ലേ? എന്റെ ചേട്ടൻ ഒരു പോയറ്റ് ആയിരുന്നു. എന്റെ ബ്രദർ പറയായിരുന്നു, 2 ടൈപ്പ് റൈറ്റേഴ്സ് ഉണ്ട്. ഒന്ന് ഡിക്ഷണറി ഒരു വട്ടമെങ്കിലും വായിച്ചവര്, അല്ലെങ്കിൽ ഡിക്ഷണറിയെ വായിക്കാത്തവര്. എന്റെ ബ്രദർ അത് 3 വട്ടം വായിച്ചിട്ടുണ്ട്. ഇപ്പൊ ആളെന്തോ ചെയ്യുക? അത് പണിക്കും പോയി കുടിച്ച് നടക്കുക. അതുകൊണ്ട് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യണം, സ്വയം നശിപ്പിക്കാതെ അറ്റാക്ക് ചെയ്യണം. നെക്സ്റ്റ് സീനിൽ രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. ട്യൂന പറയാണ്, കുറെ നാളുണ്ട് ഞാൻ ആൾക്കാരെ പോലെയല്ല കണ്ടിട്ടുള്ളത്. ഞാൻ അവരെ മാസസ് ഓഫ് ഇമോഷൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് കൊള്ളാം, മാസസ് ഓഫ് ഇമോഷൻ എന്ന് പറയുമ്പം ആൾക്കാര് മാംസവും രക്തവും കൊണ്ടല്ല ഉണ്ടാക്കിയേക്കുന്നത്. അവരെ അവരുടെ ലൈഫ് പഠിപ്പിച്ച് ഓരോ ഇമോഷനും കൊണ്ട് അവർ ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു പേരും ഇടാം. എന്നിട്ട് ആള് ചുറ്റും നോക്കിയിട്ട് പറയാണ്, ദോ ശ്രദ്ധിച്ചിരിക്കുക, അതൊക്കെ പൊങ്ങച്ചം, ഇതൊക്കെ അഹങ്കാരം. എന്നിട്ട് ദൊങ്മാൻ നോക്കിയിട്ട് പറയാണ്, ദോ ടെൻഷൻ, ദോ വിഷമം, ദാ ബോറ്. ശരിക്കും ഇവരെല്ലാം ഒരു മാസ് ഓഫ് ഇമോഷൻ അല്ലേ? ഈ കുട്ടികൾ എന്താ ഇത്ര ക്യൂട്ട് എന്നറിയാവോ? അവർക്ക് ഇതുവരെ ഇമോഷൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ എന്റെ കാര്യോ, ഞാൻ ഏത് മാസ് ഓഫ് ഇമോഷന്? അപ്പൊ യൂന കുറച്ചേരം മിണ്ടാതിരുന്ന് നോക്കിയിട്ട് പറയാണ്, ടെൻഷൻ. നീ ടെൻഷന്. ശരിക്കും നീ എന്നെ അങ്ങ് കണ്ടുപിടിച്ചല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതാണെന്നറിയാവോ? സന്തോഷവും സമാധാനവും. അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ അതെങ്ങനെയായിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. ഭയങ്കര വാം ആയിരിക്കും അല്ലേ? ഈ ടാഞ്ചറിനൊക്കെ ബ്ലാങ്കറ്റിന്റെ അടിയിരുന്ന് ഒരു കോമിക് ബുക്ക് ഒക്കെ വായിച്ച് തിന്നുന്ന ഒരു ഫീൽ ആയിരിക്കും അല്ലേ? കണ്ട, ഞാൻ നല്ല സംസാരിക്കും. എന്താണെന്നറിയാവോ? ആ ടെൻഷൻ അങ്ങ് മാറാൻ വേണ്ടി ഞാൻ നല്ല സംസാരിക്കും. എനിക്ക് സൈലൻസ് പേടിയാ. ചിലപ്പം സത്യങ്ങളൊക്കെ അങ്ങ് പുറത്തു വരും. എന്ത് സത്യം? അത് എല്ലാം നിശബ്ദമായിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡെവില് വന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നും, നീ വിലയില്ലാത്തവന് എന്ന് പറഞ്ഞ ആളുടെ ഇമാജിനേഷൻ കാണിക്കുകയാണ്. അപ്പോൾ യൂന അവനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ഒരു ലേഡിയാണ് കാണിക്കുന്ന. ആള് ഇപ്പൊ മദർ എന്ന് പറഞ്ഞ മൂവിയുടെ ആക്ട്രസ് ആണ്. എന്നിട്ട് ആള് ഫാൻസിനോടായി സംസാരിക്കുകയാണ്. ഞാൻ ഇതുവരെ എൻ്റെ ഒരു മൂവീസും കണ്ടിട്ടില്ല, പക്ഷേ ഇത് ഞാൻ കണ്ട്. കാരണം ആ നോവല് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇപ്പോഴെങ്കിലും എൻ്റെ മോക്ക് എന്നെ കുറിച്ച് അഭിമാനം തോന്നുന്ന ഒരു മൂവി ഞാൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ ആദ്യത്തെ ആക്ട്രസ് ഇല്ലേ, ആളെ കാണിക്കുകയാണ്. ആളാണ് മിറായ്. അപ്പൊ ആള് ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഈ ആക്ട്രസിന്റെ അടുത്ത് അസിസ്റ്റന്റ് വന്നിട്ട് പറയാണ്, ചോയ് നമ്മളെ കഫേയിലോട്ട് ഡ്രിങ്ക് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. നമ്മൾ 1 മില്യൺ അടിച്ചതേ ഉള്ളൂ, അതിന് മുമ്പ് 10 മില്യൺ അടിക്കുമെന്നാ ചോയ് പറയുന്നേ എന്ന് പറഞ്ഞിട്ട് മിറാനോട് ചോദിക്കുകയാണ്, വരുന്നുണ്ടോ? മിറാൻ പറയാണ്, ഇല്ല ഞാനില്ല, ഞാൻ 2 മാസം കൊണ്ട് ഒരു റെസ്റ്റോറന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, എനിക്ക് അങ്ങോട്ട് പോകണം. 2 മാസോ? ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ കുറച്ച് സീരിയസ് ആണ്. ഇത് കേൾക്കുമ്പോൾ അമ്മ പറയാണ്, ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ സീരിയസ് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ഫോളോ ചെയ്യാൻ നടക്കരുത് എന്ന് പറഞ്ഞ ആൾ അസിസ്റ്റന്റിനോട് പറയാണ്, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവാണ്. നെക്സ്റ്റ് സീനിൽ കഫേയിൽ ചോയ് നല്ല ഹാപ്പി ആയി നിന്ന് എല്ലാരും കൂടെ 10 മില്യൺ അടിക്കട്ടെ എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യാണ്. എന്നിട്ട് ചോയ് വൈഫിനോട് ചോദിക്കുകയാണ്, ഗ്യോങ്സെ എന്തേ? അവനോട് വരാൻ പറ. ഗ്യോങ്സെ വിട്ടേരെ, അവനിപ്പോ അതിനുള്ള മൂഡിലൊന്നും അല്ല. എന്നിട്ട് ഗ്യോങ്സെ കാണിക്കുകയാണ്. ആൾ എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ദൊങ്മാനെയാണ് കാണിക്കുന്ന. ആള് അവിടുത്തെ വള്ളി, കത്രിക, പിച്ചാത്തി അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെല്ലാം മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആള് പോവാണ്. അപ്പോ ആൾക്കൊരു മെസ്സേജ് വരുന്നു. ഗ്യോങ്സയുടെ മെസ്സേജ് ആണ്. ആ മെസ്സേജ് വോയിസ് ഓവറായി നമുക്ക് കേൾക്കാം. ഡാ ദൊങ്മാനെ, നീ ഇത് വായിച്ചോ. ഇപ്പം ആൾക്കാര് കമന്റ് ഇടാറല്ലേ പതിവ്. ഞങ്ങൾ നിന്റെ ശല്യം സഹിച്ച് മടുത്ത്. നിന്നെ കാണുമ്പോൾ എനിക്ക് ആകെ ഇപ്പൊ വരുന്നത് ദേഷ്യം. എനിക്ക് നിന്നോട് എന്തൊക്കെ പറയണമെന്നുണ്ടെന്ന് അറിയാവോ? ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്ന് എഴുതിയതാ. നിനക്കിത് വേദനിക്കണം. നിനക്കിത് വേദനിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒന്നാമത്തത്, അന്ന് കണ്ണാടിയുടെ മൂവി ട്രെൻഡ് ആയപ്പം നീ എന്താ പറഞ്ഞ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു
ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാത്തതെന്ന്. നീ അത് പറഞ്ഞപ്പം ആ റൂമിലുള്ള വൈബ് നിനക്ക് ഓർമ്മയുണ്ടോ? എല്ലാവരും മിണ്ടാതായി. കാരണം നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നീ സക്സസ്ഫുൾ ആവാത്തത് നിനക്ക് കഴിവില്ലാത്തോണ്ടാ. നിന്റെ വർക്ക് വെറും ബോറ. ആളുടെ കയ്യിൽ നിന്ന് പാത്രമൊക്കെ താഴെ വീഴാണ്. ഇത് ഗ്രൂപ്പിൽ അയച്ചതുകൊണ്ട് ജുണ്ണും യോങ്സോയും എല്ലാവരും ഇത് കാണുന്നുണ്ട്. ഇത് വായിച്ച് ജിൻ പറയാണ് മിക്കവാറും ദൊങ്മാൻ ഇപ്പം മരിക്കണമെന്ന് വിചാരിച്ചാണ്. ഇത് യൂന കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഗ്യോങ്സെ ഒരു ഫേക്ക് ഗൺ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ ആള് ചോദിക്കുകയാണ് ഇപ്പൊ ഇനി ഏത് മൂവിയാ? അത് ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കൊല്ലുന്നൊരു മൂവി. ആഹാ, അപ്പൊ കൊള്ളാലോ. നമുക്ക് യഥാർത്ഥ ഗൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ? ആ, ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ അത് കുറച്ച് തലവേദന. വാങ്ങിച്ച് പറഞ്ഞ സമയത്തിന് കൊണ്ടുപോയി കൊടുക്കണം. എന്തിനാ അതൊക്കെ? ഇത് റിയൽ ഗൺ പോലെ. നെക്സ്റ്റ് സീനിൽ ഗ്യോങ്സെ ആ ഗണ്ണും വാങ്ങിച്ച് അതിന് ചുറ്റും വട്ടമിട്ട് നോക്കുവാണ്. എന്നിട്ട് വീണ്ടും ദൊങ്മാനെ കാണിച്ച് നമുക്ക് വോയിസ് ഓവർ കേൾക്കാം. രണ്ടാമത്തത്, അന്ന് ട്രിപ്പിന് പോയപ്പം അത്രയും ഫേമസ് ആയ ആൾക്കാരെ പോലും അറിയാത്ത രീതിയിൽ നീ സംസാരിച്ചു. അത് നിന്റെ അഹങ്കാരം. ഇതൊന്നും ആളെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോഴും ട്രിപ്പ് പോവാത്ത എന്താണെന്നറിയാവോ? ആ ഒരു സംഭവം കാരണം. മൂന്നാമത്തത്, നിനക്ക് റിജക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും, എന്നിട്ട് നീ പൊക്കോണ്ടേയിരിക്കും. നീ ഇന്നൊന്നും ജയിക്കാൻ പോകുന്നില്ല. ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നീ മരിക്കുന്നവരെ ഇത് ചെയ്യുമെന്ന്. മിക്കവാറും ചെയ്യുമായിരിക്കും. നെക്സ്റ്റ് സീനിൽ ദൊങ്മാൻ ബാറിന്റെ അടുത്തൂടെ നടന്നു പോവാണ്. അപ്പൊ ഗ്യോങ്സെ ദൊങ്മാനെ വിളിക്കുമ്പോൾ ദൊങ്മാൻ നേരെ മൈൻഡാക്കാതെ പോവാണ്. ഡാ, എനിക്കറിയാം നീ കേൾക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഫ്രണ്ട് പറയുന്നുണ്ട് മതി നിർത്ത്. എന്നിട്ട് ഫ്രണ്ടും കണ്ണാടിയും ഗ്യോങ്സയും കൂടെ സംസാരിക്കുകയാണ്. അവൻ ഇതുവരെ ആ മെസ്സേജ് വായിച്ചിട്ടില്ല. കാരണം അത് അവനെ കൊല്ലും. അതുകൊണ്ട് തന്നെ അവന് റിയാലിറ്റി ഫേസ് ചെയ്യാൻ അറിഞ്ഞൂടാ. അവനത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. നീയും ഗ്രൂപ്പിൽ കാണിച്ചത് മോശം പരിപാടി തന്നെ. ആ, അതെനിക്കറിയാം. ഞാൻ അതവന് കാണിച്ചു കൊടുത്ത മോശം പരിപാടി അവന് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോ ആരോ അങ്ങോട്ട് കല്ലെടുത്ത് എറിയുന്നുണ്ട്. ഇത് കണ്ട് ഗ്യോങ്സെ പുറകെ പോവാണ്. ഡാ ദൊങ്മാനെ, എനിക്കറിയത് നീയാണ്, വേഗം പുറത്തു വന്നു പറഞ്ഞ് ഓടുവാണ് അവനെ തപ്പി. അവൻ എവിടെയും കാണുന്നില്ല. അപ്പോഴാണ് യൂന അവിടെ മറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. നെക്സ്റ്റ് സീനിൽ വൈഫ് ആ മെസ്സേജ് വായിച്ചിട്ട് പറയാണ് എനിക്ക് പോലും ഇത് വായിച്ചു തീർക്കാൻ വയ്യ. നിനക്കറിയാവോ, അതിന്റെ മേളിലോട്ട് പോയാൽ അവൻ അയച്ചതുകൊണ്ട്. വൈഫ് ഒരു ടോയ് എടുത്ത് അവന്റെ തലയ്ക്ക് അടിച്ചിട്ട് പറയാണ് നിനക്കറിയാവോ ഞാൻ എന്താ ദൊങ്മാനെ ഇവിടെ നിന്ന് മാറ്റിയെന്ന്? അത് അവനെ കാരണമല്ല, നിങ്ങളെ കാരണം. നിങ്ങൾ അവന്റെ പേരിൽ കടന്ന് കാണിക്കുന്ന ഈ കോപ്രായം, ഇത് ഞാൻ അത് മാറ്റിയിട്ട് നിങ്ങളുടെ പേരാക്കും അവിടെ എന്നുകൊണ്ട് വൈഫ് പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ ചോയ് ഫിലിംസിൽ ചോയ് നല്ല ഹാപ്പി ആയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിന്നിന്റെ ഫ്രണ്ട് വന്നിട്ട് പറയാണ് സാർ, ഒരു വേണ്ടാത്തൊരു സംഭവം നടന്നിട്ടുണ്ട്, ഒന്ന് വന്ന് ചെക്ക് ചെയ്യണം. അപ്പോഴാണ് ഒരാള് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവര് രണ്ടുപേരും ഭയങ്കര സ്നേഹമുള്ള അമ്മയും മോളുമായിട്ട് കളിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ് വരുന്നത്. ഇത് വായിച്ച് ചോയ് ആ അസിസ്റ്റന്റിനെ വിളിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് ആക്ടറിനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇവർ രണ്ടുപേരും അമ്മയും മോളുമായിട്ട് നല്ല സ്നേഹത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരിക. അവർ യഥാർത്ഥത്തിൽ അങ്ങനെ പോലും അല്ല. എനിക്കിപ്പോഴും ആ കുട്ടിയെ ഓർമ്മയുണ്ട്. 23 വർഷം മുമ്പ് ആ എലമെന്ററി സ്കൂളിൽ നിന്ന് ബിയൂൻ എന്ന തുടക്കപ്പേര് അവളെ അവരിട്ടിട്ട് പോയതാ. ആ കുട്ടി ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ വായിച്ച് യൂന ഞെട്ടി നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ യൂനയുടെ ചൈൽഡ്ഹുഡ് ആണ് കാണിക്കുന്നത്. ആളുടെ അച്ഛനും അമ്മയും അവിടെ വഴക്കുണ്ടാക്കുവാണ്. അപ്പോൾ നമുക്കൊരു വോയിസ് ഓവർ കേൾക്കാം യൂനയുടെ. ഒരു ദിവസം എൻ്റെ അച്ഛൻ പോയി, പിന്നെ അമ്മയും. ഒന്നും സംഭവിക്കാത്ത പോലെ ഞാൻ സ്കൂളിൽ പോയി. എൻ്റെ നെഞ്ചത്ര ഇടിച്ചിട്ടും ഒറ്റയ്ക്ക് നടന്നു, ഒറ്റയ്ക്ക് തിന്നു, ഒറ്റയ്ക്ക് ഇത്രയും കാലം. അപ്പോൾ യൂനയുടെ പ്രസന്റ് കാണിക്കുകയാണ്. ഡോക്ടർ ചോദിക്കുകയാണ് ടീച്ചറോടെങ്കിലും പറയായിരുന്നില്ലേ, പ്രശ്നമാവൂന്ന് വിചാരിച്ചിട്ടാ? അല്ല, എന്നെ ഒറ്റയ്ക്കാക്കിയെന്ന് ആരും അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ചോയ് പറയാണ് സത്യമൊന്നും ഇവിടെ ഇപ്പൊ ആർക്കും വേണ്ട, ഇത് നമ്മൾ സത്യമല്ലെന്ന് വരുത്തി തീർക്കുക, ആ കുട്ടിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക. അപ്പൊ അസിസ്റ്റന്റ് പറയാണ് ആ കുട്ടിയായിട്ട് ഒരു പരിചയം പോലും ഇപ്പൊ ഇല്ല, പിന്നെങ്ങനെ? എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇടാൻ നോക്ക്, ഭയങ്കര വിഷമത്തിലുള്ള പോസ്റ്റ്. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ടുപിടിച്ചേ പറ്റൂ. ഇതെല്ലാം കേട്ട് യൂന അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാസ്റ്റ് കാണിക്കുകയാണ്. ആള് ആ പോസ്റ്ററിൽ നോക്കി ആലോചിക്കുകയാണ്. ഇവര് അവരുടെ ലെവലിലല്ലാത്ത ഹസ്ബൻഡിനെയും മോളെയും ഇട്ടിട്ട് പോയി. അത് മാറ്റി നല്ല പവർഫുള്ളായ ആൾക്കാരെ തെരഞ്ഞെടുത്ത്. അല്ലെങ്കിലും ഇങ്ങനത്തെ ഉള്ളവർക്കല്ലേ എല്ലാം കിട്ടൂ. നെക്സ്റ്റ് സീനിൽ ദൊങ്മാനെ കാണിക്കുകയാണ്. ഡിപ്രഷൻ എന്റെ മേലെ ഒരു ഉരുക്ക് പോലെ വീണിട്ടും ഞാൻ ആ കാലാവസ്ഥയ്ക്ക് വേണ്ടിയാ കാത്തിരുന്നത് എന്നുള്ളൊരു വോയിസ് ഓവറും കേൾപ്പിച്ച് ആള് മലയുടെ മണ്ടയിരിക്കുകയാണ്. ഇതൊരു സ്പ്രിംഗ് സീസൺ ആയിരുന്നെങ്കിൽ ഞാൻ ഈ മെസ്സേജ് ഒരു ലവ് ലെറ്റർ പോലെ വായിച്ചേനെ. അപ്പോൾ ആളുടെ ഇമാജിനേഷൻ കാണിക്കുകയാണ്. അപ്പോൾ ആള് വീണ്ടും മെസ്സേജ് വായിക്കുകയാണ് നീ ഇതുവരെ വളർന്നിട്ടില്ല, നീ ഇപ്പോഴും അവിടെ തന്നെ, ഇനി എപ്പോഴും അവിടെ ആയിരിക്കും. അപ്പോൾ വീണ്ടും വെതർ മാറി നല്ല തണുത്ത് ഉറച്ച ആൾ ഇരിക്കുകയാണ് അവിടെ ഇമാജിനേഷനിൽ. നെക്സ്റ്റ് സീനിൽ ചോയ് ജണ്ണിനോട് സ്ക്രീൻ പ്ലേ വായിച്ചിട്ട് പറയാണ് ആദ്യത്തെ ഡ്രാഫ്റ്റ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ ശരിയാക്കിയ നീ എന്തായാലും മെയിൻ സ്ട്രീം ചെയ്യുമെന്ന്. പക്ഷേ ഇതെന്താ ബി മൂവീസിയുടെ വൈബ്? ഏതെങ്കിലും എ ലിസ്റ്റിലുള്ള ഒരു ആക്ടർ ഈ മൂവി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അത് അങ്ങനല്ല, യൂന വരെ പറഞ്ഞായിരുന്നു ഇത് നല്ലതായിട്ടുണ്ടെന്ന്. ഇത് കേട്ട് ചോയ് പറയാണ് യൂന
പറയുന്നതെല്ലാം ശരിയാ. നിങ്ങളെല്ലാം എന്താ അവളെ പൊക്കി വെച്ചേക്കുന്നത്? അത് അവളൊരു ആക്ടറിനെ നോക്കാതെയാ സ്ക്രീൻ പ്ലേ വായിക്കുന്നത്. ഒരു സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ ഏത് ആക്ടർ അത് ചെയ്യണമെന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. എന്നിട്ട് ചോയ് യൂനെ വിളിക്കുകയാണ്. നീ പറയുന്നത് കേട്ടു ഈ സ്ക്രീൻ പ്ലേ നല്ല അടിപൊളിയാണ്. ഇതിനകത്ത് ഞാൻ ആരെ കാസ്റ്റ് ചെയ്യും? നീ പറ, കുറച്ച് പേര് പറ. മിറാൻ, അവൾ ഇതിനെ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതോ നീ ആയിട്ടങ്ങ് ഒപ്പിച്ചോളൂ? വായിക്കുമ്പോൾ ആരെ ആക്ടർ ആക്കണമെന്ന് ചിന്തിക്കണം. നെക്സ്റ്റ് സീനിൽ ജണ്ണും യൂനയും കൂടെ സംസാരിക്കുകയാണ്. സോറി, ഞാൻ ഒന്നുകൂടെ ശ്രമിക്കേണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. എനിക്കും തോന്നിയത് രണ്ടാമത്തെ ഡ്രാഫ്റ്റാ കൊള്ളാവുന്നതെന്ന്. നമ്മളെ അല്ലാതെ പിന്നെ വേറെ ആരെയാ വിശ്വസിക്കുന്നത്? അത് കഴിഞ്ഞ് യൂന വന്നിരിക്കുമ്പോൾ ജിൻ പറയാണ്, ദൊങ്മാൻ നിനക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഭയങ്കര കൂട്ടായി കാണുമല്ലോ. അവൻ എങ്ങനെയാന്ന് നീ തന്നെ മനസ്സിലാക്കി തുടങ്ങിയ? അപ്പൊ യൂന ദൊങ്മാന് റിപ്ലൈ കൊടുക്കാണ്. അവനെ ഓർത്തിട്ട് നിനക്ക് നാണം തോന്നുന്നില്ലേ? എനിക്ക് നിങ്ങളെ ഓർത്തിട്ടാ നാണം തോന്നുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആലോചിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന നീ ഈ ഇൻഡസ്ട്രി അങ്ങ് വിട്ടു പോയാലോന്ന്. നിനക്ക് ഭയങ്കര കഴിവാണെന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് നാളത്തേക്കൊന്ന് തിളങ്ങി, അത് അപ്പോഴവരെ ഉള്ളൂ. അല്ലെങ്കിൽ ദൊങ്മാനെ പോലെ ഇങ്ങനെ അങ്ങ് ജീവിച്ചോ. ഇത് കേട്ട് യൂനയുടെ മൂക്കിന്ന് ബ്ലഡ് വരുന്നുണ്ട്. നെക്സ്റ്റ് സീനില് ദൊങ്മാൻ കടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഡെലിവറി വരും. ബ്രദർ അത് വാങ്ങിച്ചിട്ട് ദൊങ്മാനെ വിളിക്കുകയാണ്. ദാ ഡെലിവറി വന്നു. അപ്പോൾ ദൊങ്മാൻ അനങ്ങുന്നില്ല. അങ്ങനെ ബ്രദർ തന്നെ പൈസ കൊടുക്കുകയാണ്. ഡെലിവറി കാര്യം പോയി കഴിയുമ്പോൾ ദൊങ്മാൻ ചാടി എണീറ്റിരിക്കുകയാണ്. എന്നിട്ട് വന്ന് കഴിക്കുന്നുണ്ട്. ബ്രദറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആക്കൊരു കോള് വരാണ്. യൂനയാണ്. അപ്പോൾ ആളെടുത്തിട്ട് പറയാണ്, നീ എന്താ ഇപ്പൊ വിളിച്ചേ? എനിക്കൊരു ഫണ്ണി സ്റ്റോറി പറഞ്ഞു. സിക്സ്ത് സെൻസ് എന്താണെന്നറിയാവോ? എനിക്കിപ്പോൾ ഒരു എക്സ്പീരിയൻസ് കടന്നു. ഞാൻ ഡെലിവറി ഓർഡർ ചെയ്തിട്ട് കടക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ബ്രദർ വന്ന് എൻ്റെ അടുത്ത് നിന്ന് എന്നെ ചവിട്ടാൻ തുടങ്ങി. അപ്പോഴാണ് കുപ്പി അനങ്ങുന്ന സൗണ്ട് ഞാൻ കേട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ആരെ അപ്പം എൻ്റെ പുറകില്. അപ്പോഴാണ് മനസ്സിലായ എനിക്ക് ഒരു പൊടി അനങ്ങാൻ വയ്യായിരുന്നു. ഡെലിവറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിപ്പോൾ എണീക്കാൻ പറ്റുമെന്ന്. പക്ഷേ എന്നിട്ടും പറ്റിയില്ല. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഒന്നാമതേ ഒരുപാട് ആൾക്കാരെ ഫൈറ്റ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കൊന്തവും കൂടെ. ഞാൻ പറഞ്ഞു, സ്ലീപ്പ് പാരലിസിസേ നീ പൊക്കോ, എനിക്ക് വയ്യ നിന്നെ ഫൈറ്റ് ചെയ്യാൻ. വേണമെങ്കിൽ നീ എന്നെ അങ്ങ് തീർത്തോ. അപ്പോൾ യൂനയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ വന്ന ആൾ കരഞ്ഞുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ദൊങ്മാൻ പറയാണ്, നമ്മൾ ഇപ്പം മരിക്കുമെന്ന് തോന്നും, പക്ഷെ മരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, സ്ലീപ്പ് പാരലിസിസേ നീ ജയിച്ച്, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അപ്പോഴാണ് ഒരു സംഭവം സംഭവിച്ചത്. അതിനെ ഞാൻ മൈൻഡാക്കാതിരുന്നപ്പോൾ അതങ്ങ് പോയി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, എല്ലാം നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ളതല്ല, ചിലതൊക്കെ അങ്ങ് വിട്ടേക്കണം. അപ്പോൾ ഇത്രയും നേരം പിടിച്ചു നിർത്തിയ കരച്ചിൽ യൂന പൊട്ടിക്കരയാണ്. എല്ലാം കൂടെ ഫൈറ്റ് ചെയ്യണ്ട യൂന, വേണ്ടാത്തത് അങ്ങ് പൊക്കോട്ടെ, അതിനങ്ങ് വിട്ടേരെ. എന്തായാലും എനിക്കും കുറച്ച് ആശ്വാസമുണ്ട്. ഞാനും ഇത്രയും നാളും വലിയ രസത്തിലൊന്നും അല്ലായിരുന്നു. എന്താ നിനക്ക് എന്തോ പറ്റി? അത് ഞാൻ ഫൈനൽ റൗണ്ട് വരെ പോയി. എപ്പോഴും ഞാൻ പോവും. ഒരു ഇന്റർവ്യൂ കയറുമ്പോൾ നമുക്കറിയാം നമ്മൾ എടുക്കുമോ ഇല്ലയോ എന്ന്. അപ്പൊ എനിക്ക് കിട്ടത്തില്ലെന്ന് ഉറപ്പായി ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്, എന്തിനാ ഞാൻ മൂവി ചെയ്യുന്നതെന്ന്. അത് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചുമച്ചു തുടങ്ങി. എന്ത് നാണക്കേടായിരുന്നെന്നറിയാവോ? നീ എന്താ പറഞ്ഞേ? അത് ഈ ലോകത്തിന്റെ അപ്പുറം ഒരാളുണ്ടെങ്കിൽ അയാളോട് എനിക്ക് ചോദിക്കണം, അവിടെയെങ്കിലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് എന്ന് പറഞ്ഞ ആള് കരയാണ്. പ്രസന്റിലും ആള് കരഞ്ഞിട്ട് പറയാണ്, ഇതൊന്നും പോരാതെ ഞാൻ പറയുമോ ഓൾ ഫോർ വൺ, വൺ ഫോർ ഓൾ എന്ന്. എന്തിനാണോ ഞാൻ അത് പറഞ്ഞത് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ചിരിക്കുകയാണ്. അപ്പോൾ യൂന പറയാണ്, എന്റെ നോസ് ബ്ലീഡ് നിന്ന്. അതിനുശേഷം രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നെക്സ്റ്റ് സീനില് ആള് വെളിയിലോട്ട് പോവാണ്. അപ്പോൾ ആൾക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന ഒരു ചില്ലറ ഇട്ടും അതും എടുത്ത് ആള് പോവാണ്. നെക്സ്റ്റ് സീനില് ചോയ് യൂനെ വഴക്ക് പറയാണ്, നിനക്കില്ലാത്ത സ്ക്രീൻ പ്ലേ എന്തിനാ നീ വായിക്കാൻ പോകുന്നത്? ഇനി മേലെ ഇങ്ങനെ കാണിച്ചു പോകരുത്. ഇത് കേട്ട് ജിൻ ഇരുന്ന് ആക്കി ചിരിക്കുന്നുണ്ട്. യൂനയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരികയാണ്. നെക്സ്റ്റ് സീനില് ദൊങ്മാൻ ഒരു സ്റ്റുഡന്റിനോട് പറയാണ്, ഞാൻ എഴുതുമ്പോൾ ചിരിക്കുവാണെങ്കിൽ ആൾക്കാരും ചിരിക്കും, ഞാൻ എഴുതുമ്പോൾ കരയുവാണെങ്കിൽ ആൾക്കാരും കരയും. ഇത് എഴുതിയപ്പോൾ നീ ചിരിച്ചായിരുന്നോ? ഇല്ലെന്ന് സ്റ്റുഡന്റ് പറയാണ്. വെറുതെ എന്തെങ്കിലും എഴുതി വെച്ചാൽ അതങ്ങ് എഴുത്താവത്തില്ല, ഫീൽ ചെയ്യണം. നമ്മളിതാ കൊച്ചിലേക്ക് ഇങ്ങനെ നടക്കുമായിരുന്നു. ഏതെങ്കിലും അഡൾട്ട്സ് ഇപ്പം ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്നത്, ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അവർക്ക് കരയണം, ചിലപ്പോൾ ചിരിക്കണം, ഒന്നും കൂടെ ജീവിതം ഉണ്ടെന്ന് തോന്നാൻ വേണ്ടി ആൾക്കാരുടെ ഇമോഷൻ പുറത്തുകൊണ്ടുവരണം. അതെങ്ങനെ ഇമോഷൻ പുറത്തുകൊണ്ടുവരുന്നത്? 1000 വാതിൽ തുറക്കണം, ഒരു ഗിറ്റാർ മ്യൂസിക് പോലെ നമ്മളങ്ങ് ആക്ഷൻ ചെയ്യണം. അത് കട്ട് ചെയ്ത് ആളുടെ വാച്ചിൽ റെഡ് കത്തി ബീപ്പ് സൗണ്ട് കേട്ട് എല്ലാരും നോക്കുന്നുണ്ട്. ആളത് മറച്ചു വെക്കാണ്. എന്നിട്ട് ആളെണീറ്റ് ചോയെടുത്ത് പോവാണ്. എന്താ വേണ്ട? എന്നെ താഴ്ത്തി കാണുന്നവരുമായിട്ട് ഡീൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. അവരെ ഞാൻ ഒഴിവാക്കണോ അതോ അവരുടെ സ്ഥാനത്ത് നിർത്തണോ? ഞാൻ എപ്പോഴും ഒഴിവാക്കാറാ പതിവ്. ഇനി മുതൽ ഞാൻ അവരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ പോകും. ഞാൻ ഒരു വട്ടം പോലും നിങ്ങൾ വലിയ ആളാണെന്ന് വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു തലവേദന. രണ്ടും കൂടി കൺഫ്യൂഷൻ ആവണ്ട. ഞാനൊരു ക്വയറ്റ് പേഴ്സണാ, പക്ഷെ വീക്ക് അല്ല കേട്ടോ, അതും കൺഫ്യൂസ് ആവണ്ട എന്ന് പറഞ്ഞ ആളെ ഇറങ്ങുവാണ്. ഇപ്പൊ ജിന്നിനെയും ഫ്രണ്ടിനെയും കണ്ടിട്ട് പറയാണ്, ആരെങ്കിലും ഇങ്ങനെ കുറ്റം പറയുന്നതാണ് നല്ല രസമായിരിക്കും അല്ലേ? ഞാൻ സമ്മതിക്കാം, എനിക്ക് മുമ്പ് അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ അറിയാവോ, നിങ്ങളെക്കാട്ടിലൊക്കെ ദൊഗ്മാൻ പൊളി എന്ന് പറഞ്ഞിട്ട് ആള് പോവാൻ നിൽക്കുമ്പോൾ ചോയ് വരാണ്. അപ്പൊ ആള് പറയാണ്, എനിക്കിന്ന് നേരത്തെ പോകണം, ഞാൻ പോവുക, അതോ ഞാൻ ഇവിടെ തന്നെ നിൽക്കണോ? എനിക്ക് പണ്ടേ ഈ ഡെസ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഓക്കോർഡായിട്ടുള്ള മൂമെന്റ്സ് ഒക്കെ തള്ളി നീക്കാനുള്ള കഴിവുള്ള, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കഴിവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവാണ്. ചോയ് പറയാണ്, എന്തെങ്കിലും അസുഖം പരുക്കുന്നുണ്ടോ? ഈ തോൽവികളൊക്കെ എന്താ ഇപ്പൊ ഇങ്ങനെ? നെക്സ്റ്റ് സീനില് ദൊങ്മാൻ ഗ്യോങ്സെ വിളിച്ച് പറയാണ്, നമുക്കൊന്ന് കാണണം. അങ്ങനെ ഗ്യോങ്സെ ഇറങ്ങി
ഇറങ്ങി വെളിയിൽ പോവാണ്. ഫ്രണ്ട് നോക്കുമ്പോൾ ദൊങ്മാൻ വരുന്നു. അങ്ങനെ ബാക്കിയുള്ളവർ പുറകെ വരികയാണ്. എന്താ നീ അത് വായിച്ചോ? അത് ഉറക്കെ വായിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടായിരുന്നെന്നറിയാമോ? എനിക്ക് സ്ലീപ്പ് പാരലിസിസ് വരെ വന്നു. ദേഹം ഫുള്ള് ടാറ്റു അടിക്കുന്ന ഒരു ഫീലായിരുന്നു. നിന്റെ സ്ക്രീൻ പ്ലേ അങ്ങനെ എഴുതടാ. ഗ്യോങ്സി അടിക്കാൻ വരുമ്പോൾ എല്ലാവരും മാറ്റി നിർത്തുന്നുണ്ട്. നീ എഴുതിയതിൽ ഏറ്റവും നല്ല കാര്യം ഇതാ. എന്തോ പറഞ്ഞേ? എന്റെ സ്ഥാനം അറിയണമെന്ന്. എന്നൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളെ പോലെ തന്നെ ഞാനും ഹാപ്പിയാണ്. എന്നെ പോലെ ജീവിക്കുന്നവർക്കും സന്തോഷങ്ങളൊക്കെ ഉണ്ട്. ഡിബേറ്റ് ചെയ്ത് എല്ലാം അങ്ങ് ശരിയാവുമെന്ന് വിചാരിച്ചു, എന്നിട്ട് എന്തായി? അതുപോലെ തന്നെ അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ലൈഫിനെക്കാട്ടിലും എൻ്റെ ലൈഫ് നല്ലതായിരിക്കും. അതുകൊണ്ട് എന്തോ വലിയ ആളാണെന്ന് നിങ്ങൾ നടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർ അങ്ങോട്ട് വരുന്നത്. ഗ്യോങ്സെ പറയാണ് ബ്രദറിനോട്, ദാ നോക്ക് നിന്റെ അനിയൻ പറയുന്നത്, ഈ ലോകം അവസാനിച്ചാലും അവന് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. ബ്രദർ ഫുള്ള് കുടിച്ചിട്ട് വരികയാണ്. വന്ന് ഒറ്റൊരിടി ദൊങ്മാനെ കൊണ്ട് ദൊങ്മാനോടെ തറയിൽ കിടക്കും. ദൊങ്മാൻ പറയാണ് പോലീസിനെ വിളിക്ക്. ദൊങ്മാനെ പിടിച്ച് എണീപ്പിക്കുമ്പോൾ ദൊങ്മാൻ കയ്യിൽ കടിക്കുകയാണ്. അങ്ങനെ അവിടെ വമ്പൻ സീൻ. ഇതിനെല്ലാം മാറി ഗ്യോങ്സെ മറഞ്ഞു നിൽക്കുകയാണ്. ദൊങ്മാനെ ഇടിച്ചൊരു പരുവാക്കുന്നുണ്ട്. അവര് പിടിച്ച് മാറ്റാനും നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനില് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ പോലീസ് ചോദിക്കുന്നുണ്ട്, ജോലി എന്താ? ദൊങ്മാൻ ഒന്നും മിണ്ടുന്നില്ല. അവനൊരു ഫിലിം ഡയറക്ടറാ, ഞാൻ അവന്റെ പ്രൊഡ്യൂസറും എന്ന് പറഞ്ഞ് യൂന അവന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ദൊങ്മാൻ യൂനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതോടെ എപ്പിസോഡ് 4 ഇവിടെ തീരാണ്. നെക്സ്റ്റ് എപ്പിസോഡായി അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഗൈസ്.